സമാധാനത്തിലേക്കുള്ള ആദ്യഘട്ടമായി ഗസയിൽ തടവിലാക്കി 20 ഇസ്രയേലി ബന്ദികളെ കൈമാറി ഹമാസ്. 2000-ഓളം വരുന്ന പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേലിലും ഗസയിലും പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ 100 കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. സമാധാന നൊബേലിന് വേണ്ടിയല്ല തന്റെ ദൗത്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പാർലമെന്റിലെ സന്ദർശക പുസ്തകത്തിൽ എഴുതി. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിനെ ട്രംപ് ഉടൻ അഭിസംബോധന ചെയ്യും. വൈകിട്ട് ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ ലോക നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികൾ ഏറ്റവും സന്തോഷത്തോടുകൂടി കാണുന്ന കാഴ്ചയാണിത്. ബന്ദിമോചനം സാധ്യമാകുന്നു. എത്രയോ കാലങ്ങളായി ഉറ്റവരെ ബന്ധുക്കളെ കാണാതെ ബന്ധികളായി കഴിഞ്ഞിരുന്ന ആളുകൾ അവർ അവരുടെ കുടുംബാംഗങ്ങളെ കാണുന്നു. അതിൻ്റെ സന്തോഷം വളരെ ഹ്രസ്വമായൊരു അനുമതി മാത്രമാണ് അതിനുള്ളത്. അതിനുശേഷം അവരുടെ വൈദ്യപരിശോധന പോലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് പി ജെയിംസ്? റീജിത്ത്, ഇപ്പോൾ ഇസ്രായേലി പാർലമെന്റായ നെസറ്റിൽ അതിന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനായി ഹാജരായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണമാണ് ടെല്ലവീവിലെ ബെൻഗൂറിയോൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലഭിച്ചത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അടുത്ത സുഹൃത്താണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് അമേരിക്കയിലുണ്ടായ ഏറ്റവും മഹത്തായ നിലപാടെടുത്ത പ്രസിഡന്റാണ് ട്രംപ്. ഇതുപോലെ ഒരു പ്രസിഡന്റ് ഇസ്രായേലിന്റെ സുഹൃത്തായിട്ടുണ്ടായിട്ടില്ല. ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് ഇസ്രായേൽ എവർ ഹാഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അതിനിടയിൽ ബന്ദികളുടെ മോചനം, 20 ജീവിച്ചിരിക്കുന്ന ഇസ്രായേലി ബന്ദികളെ കൂടി മോചിപ്പിച്ചു എന്ന വാർത്ത വരുന്നു. 2 തവണയായിട്ട് വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും ആണ് അവരെ മോചിപ്പിച്ചത്. എയർ ആംബുലൻസിൽ അവരെ കൊണ്ടുവന്നു. കുടുംബാംഗങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈജിപ്തിലെ ഉച്ചകോടിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഇസ്രായേലി പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ ട്രംപ് നേരെ ഈജിപ്തിലേക്ക് പറക്കും എന്നാണ് മനസ്സിലാവുന്നത്. അവിടെ 4:30-ക്കാണ് പറഞ്ഞിരിക്കുന്ന സമയം. ഒരുപക്ഷെ 4:30 എന്നുള്ളത് 5 മണിയോ 5:30 ആയേക്കാം. കാരണം ഇവിടുത്തെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് ട്രംപ് പറക്കുന്നത്. അവിടെ നടക്കുന്ന 20 രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിൽ ഉച്ചകോടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിന്റെ പ്രസിഡന്റ് അൽസിസിയുമാണ്. അവിടെ പങ്കെടുക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, അതുപോലെ തന്നെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി അടക്കമുള്ള പ്രമുഖരുണ്ട്. സ്പാനിഷ് പ്രധാനമന്ത്രിയുണ്ട് പെഡ്രോ സാഞ്ചസ്, കനേഡിയൻ പ്രധാനമന്ത്രി മൈക്ക് കാർണി, ജർമ്മൻ ചാൻസലർ സംബന്ധിച്ച് ഉറപ്പില്ല, പക്ഷേ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ തരത്തിൽ പ്രമുഖരായ യൂറോപ്യൻ നേതാക്കൾ, അതുപോലെ തന്നെ സൗദി അടക്കമുള്ള പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. തയ്യിപ്പ് എർദോഗാൻ തുർക്കിയുടെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ഖത്തറിൽ നിന്ന് പ്രധാനമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ പങ്കെടുക്കാത്ത പ്രമുഖർ എന്ന് പറയുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുന്നില്ല, ഹമാസിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നില്ല, ഒപ്പം തന്നെ ഇറാൻ പങ്കെടുക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അവരിതിനെ പിന്തുണയ്ക്കുന്നുണ്ട്, പക്ഷേ ഇസ്രായേലിനെ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം റീജിത്ത് വരുന്നത്, ആദ്യഘട്ടം ഏതാണ്ട് വിജയിച്ചു. അത് നമുക്ക് ഉറപ്പായിരുന്നു. 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. 20 ബന്ദികളെ വിട്ടയച്ചതിന് പകരമായിട്ട് 250 ജീവപര്യന്തം തടവുകാരെ, പലസ്തീൻകാരെ ഇസ്രായേൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഒപ്പം തന്നെ 1700 പലസ്തീനികളെ പ്രത്യേകിച്ച് ഗസയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയതാണ് യുദ്ധകാലത്ത്, അവരെ വിട്ടയക്കുന്നു. ആ തരത്തിൽ നടക്കുന്നു. പക്ഷെ 2ാം ഘട്ടം ദുഷ്കരമാണ്. അത് റീത്തെ നമുക്കത് മനസ്സിലാവുന്നതിൻ്റെ കാര്യം, അവിടെ ഇപ്പോൾ തന്നെ ഹമാസ് കയറി അവരുടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. എതിരാളികളെ മുഴുവൻ അവർ കൊന്നൊടുക്കുകയും അവരെ മുഴുവൻ സംഘർഷത്തിനിടയിൽ പിടികൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹമാസ് പെട്ടെന്ന് വിട്ടുപോകില്ലെന്ന് മാത്രമല്ല, അവർ പറഞ്ഞത്, ട്രംപ് ആ സമാധാന പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്സൈഡാണ്, അസംബന്ധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ വീണ്ടും കയറി ഗസയിൽ ആക്രമണം നടത്തുമോ എന്നറിയില്ല. ഇതിൽ ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു. 2ാം ഘട്ടം വിജയിക്കട്ടെ. കാരണം ഇനി യുദ്ധമുണ്ടാവാൻ നമ്മളാരും അല്ലെങ്കിൽ ലോകത്തുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം ദുരിതത്തിലാണ്
ഗസയിലെ ജനങ്ങൾ. എന്ന് മാത്രമല്ല, ഗസയിലേക്ക് 6000 ട്രക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം പട്ടിണിയാണ്. കുഞ്ഞുങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അവരെയൊക്കെ രക്ഷപ്പെടുത്തണം. കാരണം 67,000-ൽ പരം, കൃത്യമായി പറഞ്ഞ 67,900 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. 10,000 പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലുണ്ട്. ഇന്നലെ മാത്രം 125 മൃതദേഹങ്ങൾ ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ രണ്ടാം ഘട്ടം പോകും. ഒരുപക്ഷെ ട്രംപിൻ്റെ സാന്നിധ്യം ഇതിനൊക്കെ ഒരു പകരമാവുമോ എന്നറിയില്ല. ഒപ്പം തന്നെ റീജിത്ത്, ഒരുപക്ഷെ ട്രംപിന് കിട്ടിയ ഒരു അടി അല്ലെങ്കിൽ ഒരു ക്ഷീണം ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ഈ നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തത്, ലക്ഷക്കണക്കിന് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്ന് അല്പം മുമ്പ് ഇസ്രായേൽ പാർലമെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് സന്ദർശന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തിന് മനസ്സിലായി, ട്രംപ് ഇങ്ങനെ നൊബേൽ സമ്മാനത്തിന് വേണ്ടി അധികാരം ഉപയോഗിക്കുകയും സമ്മർദ്ദം ചെലുത്തിയാലും കിട്ടില്ല, അത് കിട്ടാതെ പോയതിലുള്ളത് മറക്കാനാണ്, ലക്ഷങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നു റീജിത്ത്. പി ജെയിംസ്, ഈ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാവുന്നു എന്നത് സന്തോഷകരം തന്നെയാണ്. നേരത്തെ പി ജെയിംസ് ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. ഇപ്പോൾ അവിടേക്ക് ട്രക്കുകൾ എത്തുന്നുണ്ട്, അതൊക്കെ സന്തോഷകരമായ കാഴ്ചകൾ തന്നെയാണ്. ബന്ദി കൈമാറ്റത്തിലടക്കം ചെറിയ കുട്ടികൾ പോലും ഉണ്ട് എന്നതൊക്കെ സന്തോഷകരമായ കാഴ്ചയാണ്. പക്ഷേ അപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രശ്നം, ഈ ഇരു കൂട്ടർക്കുമിടയിൽ ഇപ്പോഴും ഒരു അവിശ്വാസം നിലനിൽക്കുന്ന പ്രശ്നമുണ്ടല്ലോ പി ജെയിംസ്. തീർച്ചയായിട്ടും റീജിത്തെ, ഇത് രണ്ടു കൂട്ടരും വിശ്വസിക്കുന്നില്ല. അത് ഹമാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രംപിനെ കുറിച്ച് അസംബന്ധം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനോട് ഒരു നേരിട്ട് രണ്ട് പക്ഷവും ഇപ്പോഴത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കണ്ട് തന്നെ ഹമാസും ഇസ്രായേലും പരസ്പരം കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് നേരെ ഇസ്രായേലിൽ വന്ന് ഇറങ്ങിയത് ഒരു തരത്തിൽ ഈ അവിടെ നെതന്യാഹു പങ്കെടുക്കാത്തത് കൊണ്ട് നെതന്യാഹുവിൻ്റെ അഭിപ്രായങ്ങളും അതുപോലെ ഇസ്രായേൽ ജനതയുടെ സ്നേഹമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈജിപ്തിൽ പോകാൻ വേണ്ടിയാണ്. ഒരു ബാലൻസിങ് ആക്ടാണ്. ഈജിപ്തിൽ പോയി ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അതിനു മുമ്പ് ഇസ്രായേലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈജിപ്തിലേക്ക് പോകാൻ പോകുന്നത്. എന്തായാലും ട്രംപിന് ഇതൊക്കെ പറയുമ്പോഴും ട്രംപിന് നേട്ടമാണ്. കാരണം അറബ് ലോകവുമായിട്ട് കട്ട് ഓഫ് ആവുന്ന അവസ്ഥയായിരുന്നു. ഗസ യുദ്ധത്തിൻ്റെ പേരിൽ ഇസ്രായേലിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ലോകമെമ്പാടും ഇസ്രായേലിനെയും അമേരിക്കയും തള്ളിപ്പറയുകയും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അവിടുത്തെ അസംബ്ലിയിൽ, ജനറൽ അസംബ്ലിയിൽ, ഐക്യരാഷ്ട്രസഭയിൽ കൂക്കിവിളി ഏൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രംപിന് ഇത് പ്രത്യേകിച്ച് അവിടുത്തെ അറേബ്യൻ രാജ്യങ്ങളുമായി ഒരു വീണ്ടും ബന്ധം സ്ഥാപിക്കാനും അവരെയൊക്കെ വിളിച്ചു വരുത്തി 20 രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി നടത്താനും പെട്ടെന്ന് കഴിഞ്ഞു എന്നുള്ളത് വീണ്ടും അറബ് ലോകത്ത് അമേരിക്കയുടെ പ്രസക്തി കൂട്ടുന്നു എന്നുള്ള തരത്തിൽ നേട്ടം തന്നെയാണ്. ഇന്ത്യയെ പങ്കെടുപ്പിക്കാൻ അവസാന നിമിഷം ശ്രമം നടന്നു. എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയില്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ തരത്തിൽ ഗസയിലെ ആദ്യഘട്ടം വിജയകരമായി സമാപിക്കുകയാണ് റീജിത്ത്. പി ജെയിംസ്, ഈ ആളുകളൊക്കെ തിരികെ എത്തുന്നു എന്ന് പറയുമ്പോൾ പോലും അവരെ കാത്തിരിക്കുന്നത്ര നല്ല കാഴ്ചകളല്ല. തകർന്ന കെട്ടിടങ്ങൾ, ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾ, ഒരു കുടുംബത്തിൽ തന്നെ ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ, ഈ ബന്ദി കൈമാറ്റത്തിനിടയിൽ തന്നെയാണെങ്കിൽ ഈ കൈമാറിയ പലരും മാനസികമായി വളരെ തകർന്നു പോയവരാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവർക്ക് വേണ്ട മാനസികമായ സപ്പോർട്ട്, ചികിത്സ, അങ്ങനെയുള്ള നടപടികളിലേക്കല്ലേ ഈ ബന്ദി കൈമാറ്റത്തിന് ശേഷം ഈ ബന്ധുക്കളുമായുള്ള ഒരു ഹ്രസ്വ സന്ദർശനം, അതിനുശേഷം മറ്റ് നടപടികൾ എങ്ങനെയായിരിക്കും പി ജെയിംസ്? റീജിത്ത്, ഇത് നേരത്തെ ഈ ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷമുള്ള അവരുടെ ട്രോമയെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മുഴുവൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ മോചിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ഹമാസ് ഒരിക്കലും ഇവരെ മോചിപ്പിക്കാൻ പോവുകയാണെന്ന് നേരത്തെ അറിയിക്കില്ലായിരുന്നു. അവരെ കൊണ്ടുവരുന്നു, കൊല്ലാനാണോ തിന്നാനാണോ അല്ലെങ്കിൽ മോചിപ്പിക്കാനാണോ എന്തിനാണെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് അവർ പറയുന്നത് അവരെ ഒരുപാട് കാലം ടണലുകൾക്കുള്ളിൽ കഴിയുകയും ഒരിക്കൽ പോലും സൂര്യപ്രകാശം കാണാതിരിക്കുകയും ചെയ്തിട്ട് പുറത്തു വന്ന് പിന്നെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. റെഡ് ക്രോസിന് കൈമാറുമ്പോഴാണ് അല്പം പ്രതീക്ഷയുണ്ടായിരുന്നത്. തിരിച്ചെത്തിക്കഴിഞ്ഞ് ഈ സൂര്യപ്രകാശത്തെ നേരിടാൻ, ഒപ്പം തന്നെ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ മെൻ്റൽ ട്രോമ, ഒരു മാനസികമായിട്ടുള്ള വലിയ സമ്മർദ്ദവും പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. മാനസിക രോഗികളായിട്ട് പലരും മാറുന്നു. ജീവിതകാലം മുഴുവൻ മാനസിക രോഗികളായിട്ട് മാറുന്നു. റിജിത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഏറ്റവും അവസാനം മോചിപ്പിച്ച 20 പേർ ജീവനയോടെ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും ഇസ്രായേലി സൈനികരാണ്. അവർ വലിയ പീഡനത്തെ അതിജീവിച്ചാണ്. സൈനികരായതുകൊണ്ട് അവരെ ഭീകരമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും അവരെ ഇത്തവണ ഹമാസ് കാണിച്ച ഒരു പ്രത്യേകത എന്ന് പറയുന്നത്,
ആരെയും കാണിച്ച് ഇവരേതാ വിടുന്നു എന്ന് വലിയ യോഗം വിളിച്ചുകൂട്ടി ഈ ഗസയിലെ പലസ്തീനികൾക്ക് നടുവിലൂടെ നടത്തിയില്ല. ഇത് ഗോപ്യമായിട്ടാണ്. പക്ഷെ അവരൊരു കാര്യം ചെയ്തു, ഇവരെയെല്ലാം വീഡിയോ കോൺഫറൻസിങ്ങിൽ ഇവരുടെ ബന്ധുക്കളുമായി മോചിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെടാൻ അവസരം കൊടുത്ത് അവർക്ക് ബന്ധുക്കളോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എന്നുള്ളതാണ് കഴിഞ്ഞ മുൻകാലങ്ങളിൽ നിന്ന് അവരെ വിട്ടയച്ചിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്തത്. ഒരുപക്ഷെ ഒരു വൈകാരികമായി വീഡിയോയിലൂടെ കണ്ടതിന് ശേഷമായിരിക്കും അവരുടെ യഥാർത്ഥ കൂടിച്ചേരൽ നടക്കുക. അത് പലരും മോചിപ്പിച്ച് അവിടെ എത്തി കുടുംബാംഗങ്ങളോടൊപ്പം സമയം പങ്കുവയ്ക്കുകയാണ്. ഇനി ഇവർ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഈ ട്രോമയിൽ നിന്ന് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ചികിത്സ വേണ്ടി വരും, അവർ ആശുപത്രികളിൽ കിടത്തേണ്ടി വരും. ഒരുപാട് തരത്തിൽ അങ്ങനെ മാനസികമായ പീഡനങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ അവർക്ക് ചികിത്സ വേണ്ടി വരും. അത് ബന്ദികളുടെ കാര്യത്തിൽ മാത്രമല്ല, പാലസ്തീനികളായിട്ടുള്ള ആൾക്കാരെ ഇസ്രായേലി ജയിലുകളിൽ ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവിക്കുകയും വിരൽ മുറിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത വളരെ പീഡനം ഇസ്രായേലി ജയിലുകളിൽ. അവസാനമായ ഒരു കാര്യം കൂടി, ബന്ദി കൈമാറ്റവും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നതിനിടയിലും ഈ ഗസ മേഖലയിൽ അവിടെ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമായി വരുന്നു. ഈ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, അതിനെയൊക്കെ നേരിടേണ്ടി വരുന്നത്, അതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണല്ലോ. പി തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ട് സ്ഥലത്തും വല്ലാത്തൊരു ഇതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹമാസ് കയറി അവിടെ ആധിപത്യം വീണ്ടും സ്ഥാപിക്കുകയാണ്. ഹമാസ് സ്വന്തം ജനതയ്ക്ക് മേലും ക്രൂരത തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസ് അവിടെ വേണ്ട എന്ന് വാദിക്കുന്നവരുണ്ട്. ഇപ്പോൾ ദുഖ്മുഷ് തുടങ്ങിയിട്ടുള്ള അവിടുത്തെ സായുധ സംഘങ്ങൾ ഹമാസുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. പലയിടത്തും ഹമാസിനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാണ്. കാരണം ഹമാസിനെ പേടിയാണ് ഗസയിലെ നല്ലൊരു ശതമാനം ജനങ്ങൾക്കും. കാരണം 10,000 അല്ലെങ്കിൽ 10,000 പേര് ചേർന്ന് 23 ലക്ഷം ജനങ്ങളെ തോക്ക് ചൂണ്ടി മുൾമുനയിൽ നിർത്തുകയാണ്. അപ്പോൾ അവർ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഗസയിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടിയും പാലസ്തീനിലെ ടെക്നോക്രാറ്റുകൾ, ജനാധിപത്യവാദികൾ, അറബ് ലോകത്തു നിന്നുള്ള ലിബറൽസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഭരണത്തിന് വരണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പോൾ ഇതിന് ശേഷവും ഒരു ബ്ലഡ് ഷെഡ്, ഈ ഹമാസിനെതിരെ തിരിഞ്ഞാൽ അവരെ വെടിവെച്ച് കൊല്ലും. അപ്പോൾ അതുകൊണ്ട് ഹമാസിൻ്റെ നിലപാടുകൾ വളരെ നിർണായകമാണ്. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഹമാസ് പോവാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല, അവർ മാറി നിൽക്കുകയാണ്. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും, ഇപ്പോൾ ബന്ദികളെയൊക്കെ മോചിപ്പിച്ചു കഴിഞ്ഞു, ഏത് സമയത്തും ഇസ്രായേൽ സൈന്യത്തിന് വീണ്ടും കയറാൻ സാധിക്കും. അതുകൊണ്ട് ഇനി വരുന്ന ഘട്ടം വളരെ സെൻസിറ്റീവാണ്. ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സേന കയറാതിരിക്കണം, ഹമാസ് അവിടെ ക്രൂരത കാണിക്കാതിരിക്കണം. ആ തരത്തിലൊരു ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഉച്ചകോടിയിൽ, ഈജിപ്തിലെ ഉച്ചകോടിയിൽ നമ്മൾ കാണാനിരിക്കുന്ന അടുത്ത മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഹമാസ് പോയില്ലെങ്കിൽ എന്തായിരിക്കും അറബ് ലോകവും അമേരിക്കയും ഇസ്രായേലും ചെയ്യാൻ പോകുന്നത് എന്നുകൂടി അറിയണം റീജിത്ത്. ശരി, ബന്ദി കൈമാറ്റമടക്കം സാധ്യമാകുന്നു. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ ട്രംപ് അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യാൻ പോകുന്നു. ഏറ്റവും നിർണായകം ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയാണ്. ലോക നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്, ട്രംപ് പങ്കെടുക്കുന്നുണ്ട്. ഗസയുടെ സമാധാനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ തീരുമാനങ്ങൾ ആ ഉച്ചകോടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.